കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഹലോ ഫോർ മഹേഷ് ഹസ്തദാന ക്യാമ്പയിന് തുടക്കമായി. തഴവ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് വേറിട്ട പ്രചാരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹലോ ഫോർ മഹേഷ് കൈകൊടുക്കാം കൈകോർക്കാം എന്ന സന്ദേശവുമായാണ് UDF സ്ഥാനാർത്ഥിയായ CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വേറിട്ട ക്യാമ്പയിനുമായി തഴവ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയത്. കൈകൊടുക്കാം കൈകോർക്കാം എന്ന പേരിലാണ് ഹസ്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നടനും KPCC സംസ്കാര സാഹിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ അനിൽ മത്തായി ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം അതിനു മുമ്പ് അദ്ദേഹം ആയിരുന്നുവെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ഈ മണ്ഡലത്തിലുടനീളം നമ്മുടെ സുഖദുഃഖങ്ങളിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട CR മഹേഷ് എന്നുള്ളത്. മഹേഷിനെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ മഹേഷ് എന്ന് വിളിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്. കാര്യം പലപ്പോഴും മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ലാലേട്ട മമ്മൂക്കാന്നൊക്കെ വിളിക്കുന്നത് പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ സ്വീകരണ പരിപാടികളിലൊക്കെ പോകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുന്നത് പോലെ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊപ്പം ഒക്കെ മഹേഷിനെ മഹേഷ് എന്ന് വിളിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ കണ്ട് അസൂയ പൂണ്ട് പലരും പറയുന്നത് മഹേഷ് ചിരിക്കുന്ന മഹേഷാണ്, കല്യാണ വീട്ടിൽ പോകുന്ന മഹേഷാണ്, ചാക്കാല വീട്ടിൽ പോകുന്ന മഹേഷാണ്, നൂലുകെട്ടിന് പോകുന്ന മഹേഷാണ്. ഇതൊക്കെ ജനങ്ങളുമായി ആത്മബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു വിഷമസ്ഥിതി ഉണ്ടായാൽ ഒരു ജനപ്രതിനിധി വന്ന് നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആനി പുനിന് ഹസ്തദാനം നൽകിയായിരുന്നു ഉദ്ഘാടനം. ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ, തോപ്പിൽ ഷിഹാബ്, തടത്തിൽ ഇസ്മയിൽ, ബീഗം ജസീന, മുഹമ്മദ് റജി, അനിൽകുമാർ പവർ, മുജീബ് പൊയ്കയിൽ, നിഹാദ്, അല്ലമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് ഇന്നിവിടെ നടക്കുന്ന ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ വളരെ വേറിട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഏകദേശം നടക്കുകയാണ്. ആ ചടങ്ങിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾക്കുള്ള ഒപ്പമുള്ള മഹേഷിനെ നമുക്ക് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഈ നാട്ടിൽ നിന്നും വിജയിപ്പിച്ച് നിയമസഭയിൽ തഴവ എന്നൊരു പേര്, തഴവയിലൊരു ജനപ്രതിനിധി ഉണ്ടാകണം എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ നമ്മൾക്ക് ആ ഒരു MLA ഇതിൽ തിരഞ്ഞെടുത്ത് വിടണം. തീർച്ചയായിട്ടും നമ്മൾക്കൊപ്പം എന്നും മഹേഷ് കാണും എന്നുള്ള വിശ്വാസത്തിൽ തീർച്ചയായിട്ടും അതിനൊപ്പം എല്ലാ ജനങ്ങളും, എല്ലാ കോൺഗ്രസിൻ്റെയും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ന്യൂസ് ബ്യൂറോ തഴവ.